കോഴിക്കോട് വളരെ മാറ്റം വന്നിട്ടുണ്ട്. കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് മാറ്റങ്ങൾ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ബീച്ചിലാണുള്ളത്. കോഴിക്കോട് ബീച്ചിൻ്റെ തെരുവുകളിൽ നടന്നുകൊണ്ട് മന്ദം മന്ദം പോകുകയാണ്. പുതിയ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കോഴിക്കോടിൽ. ഇന്ന് നമ്മൾ സോളോ ട്രിപ്പാണ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് സംഭവം വെച്ചെങ്കിലേ, ഇന്ന് ശനിയാഴ്ചയാണ്. എല്ലാവരും റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. ശനിയും ഞായറും റിലാക്സാണ്. ബീച്ചിൻ്റെ കാഴ്ചകളാണ് കാണാൻ. ഇതൊരു മെയിൻ കോഴിക്കോടിൻ്റെ ഒരു ആകർഷണ, ഒരു എല്ലാവരും വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. ഫോട്ടോത്തിലെല്ലാം ഉണ്ടാകുന്ന സാധനം കോഴിക്കോട്. കണ്ട കാലിക്കറ്റ്. സൂര്യപ്രകാശം അടിച്ചിട്ട് ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. നല്ല തെരുവ് കച്ചവടക്കാരാണ്. ടോയ്സുകൾ, പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. എല്ലാവരും നമ്മുടെ ബ്ലോഗ് കാണുക. അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് ശേഷമാണ് ഞാനിപ്പോൾ ബ്ലോഗ് ഇടുന്നുള്ളത്. അപ്പോൾ കുറേ തിരക്കുണ്ടായിന്. തിരക്കെന്ന് വെച്ചെങ്കിൽ നമ്മളെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ തിരക്കിലായി. പിന്നെ അതൊക്കെ ശേഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഇപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കോഴിക്കോട് ബീച്ച്. കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും നമ്മളെ ബ്ലോഗ് വരുന്നത്. കുറച്ച് നാളെ പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ അത്ര പാറുന്നില്ല, അതുകൊണ്ട് ബ്ലോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. എല്ലാവരും നമ്മളെ ബ്ലോഗ് കാണുക. അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ കാണും. നമ്മൾ വലിയ ബ്ലോഗറൊന്നുമല്ലല്ലോ. അപ്പോൾ എല്ലാവരും നമ്മളെ ബ്ലോഗ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നും പറയാം. എല്ലാം പഠിച്ചവൻ്റെ കയ്യിലല്ലേ ഉള്ളത്. അപ്പോൾ ഓക്കെ. ചന്ദ്രശേഖർ നായർ, അത് ഫുട്ബോൾ ക്രിക്കറ്റ് അല്ലല്ലോ, ക്രിക്കറ്റിനായിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ട്. ഓൺലി ക്രിക്കറ്റ്. ഫീൽഡാണോ? ഗ്രീൻ ഫീൽഡ്. ആരെ പറഞ്ഞോ? ഗ്രീൻ ഫീൽഡ്. ഗ്രീൻ ഫീൽഡ്.